ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പോയിട്ട് വരാം. ടാറ്റ കൊടുത്തേ. ഒരു ഫ്ലാങ്കീസും കൂടെ കൊടുത്തേ. ഇങ്ങനെയാണ് ഫ്ലാങ്കീസ് കൊടുക്കുന്നത്. ഇങ്ങനെയല്ല. രാവിലെ കുളിച്ച് റെഡിയായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നടന്നില്ല. അപ്പം ഞാൻ മോളെ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കണ കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ വിട്ടത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോകാനായിട്ട്. അപ്പം ഏട്ടൻ വന്നില്ല. ഏട്ടൻ രാവിലെ കടയിൽ പോയി. കടയിൽ നിന്നാണ് സമയമാകുമ്പോഴത്തേക്കും വന്നേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ റെഡിയായി നിൽക്കുന്നു. അപ്പം ഏട്ടൻ വരും. ഇപ്പം ഞങ്ങൾ റെഡിയായി നിൽക്കുക. എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. ഇവിടെ ഒരുക്കിയപ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. രാവിലെ വിളിച്ചേൽപ്പിക്കുക ഞാൻ ചെയ്ത് 8:30 ആയപ്പോഴേ. കുറച്ച് സമയം ഏറെ കിടന്ന് ഉറങ്ങുന്ന ആളല്ലേ. ഞാൻ വിളിച്ചേൽപ്പിച്ചു. ഞാൻ പറഞ്ഞു നമുക്കിന്ന് അങ്കമാടി പോകണ്ടേ, എണീക്കെന്ന് പറഞ്ഞപ്പോഴേ ചാടി എണീറ്റു. ഭയങ്കര ഇഷ്ടമാണ് പോകാനായിട്ട്. അപ്പം അങ്ങനെ എണീറ്റുകളെ കുളിപ്പിച്ചു, കാപ്പിയൊക്കെ കൊടുത്തു. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരുപാട് അമ്മമാർ എനിക്ക് മുന്നേ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എത്ര ഇതാന്ന് പറഞ്ഞാലും നമ്മുടേത് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞു വലുതായി കഴിയുമ്പോൾ അവൾക്ക് കാണാമല്ലോ അവളുടെ ഓരോ കാര്യങ്ങൾ. അവൾ അതൊരു നല്ലൊരു ഇതല്ലേ, അവൾക്കൊരു മെമ്മറി അല്ലേ അത്. അപ്പം അങ്ങനെ എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല, ഇങ്ങനെ സംസാരിക്കണമെന്നും അറിയത്തില്ല. അതുപോലെ മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട്, സന്തോഷവും രണ്ടും മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു, മോളിരിക്കുമോ, അങ്ങനെ മാറി ഇരുന്നിട്ടില്ല. എന്നാലും കൂട്ടുകൂടി എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും മുമ്പും ചേച്ചിമാരുടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവൾ അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന. അതുകൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല. എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ റീൽസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. റെഡിയായിട്ട് നിൽക്കുകയല്ലേ. ഞങ്ങൾ റീൽസ് എടുത്തു. പിന്നെ അവൾ വട്ടത്തിൽ കറങ്ങാമെന്നൊക്കെ പറഞ്ഞ് വട്ടമൊക്കെ കറങ്ങി കേട്ടോ. കുറേ സമയം കറങ്ങാമെന്നൊക്കെ പറഞ്ഞ് നിന്ന് കറങ്ങി കേട്ടോ. ഞാനും ഓർത്ത് അവളുടെ സന്തോഷമല്ലേ, വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ അങ്കവാടി കൊണ്ടുപോകാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാവേ. അപ്പം അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് എന്നെ കാണുന്നിട്ട് കഥയൊക്കെ പോയി തുറന്ന് നോക്കുന്നുണ്ടോ കേട്ടോ. വന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടമായിരുന്നു. പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണേ. അപ്പോൾ എനിക്കേ സങ്കടമുള്ളൂ, അവൾക്ക് സങ്കടമൊന്നും ഇല്ല. അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കളിക്കാമല്ലോ, കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കാമല്ലോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഏട്ടൻ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി കേട്ടോ. അപ്പോൾ വണ്ടിക്കാണ് പോകുന്നത്. അവൾക്ക് ബാഗും വെള്ളവും പിന്നെ സ്ലേറ്റും പെൻസിലും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എഴുതിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എഴുതിച്ചിട്ടല്ലേ കയറ്റുള്ളൂ, ദക്ഷിണയൊക്കെ കൊടുത്ത് എഴുതിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിൽ കുഞ്ഞാവയുണ്ട്. കുഞ്ഞാവയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പോരുവാണ് കേട്ടോ. അങ്കവാടി പോകാമെന്നൊക്കെ പറയുക. ഭയങ്കര കളിയാണ്. അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇറങ്ങുമ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര കളിച്ച് നടക്കുന്നതല്ലേ. 2 ദിവസമായിട്ട് ഞാൻ ഇറക്കുന്നു ഇല്ലായിരുന്നു കേട്ടോ. കാലാവസ്ഥ വലിയ സുഖമില്ലായിരുന്നു. പിന്നെ ഇറങ്ങിയാലും ഓട്ടോ. അപ്പോൾ വീണ് മുട്ടിനൊക്കെ എന്തെങ്കിലും പറ്റിയാലേ അങ്കവാടിയിലൊക്കെ വിടാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറക്കുന്നു ഇല്ലായിരുന്നു. കുറച്ച് സമയമൊക്കെ ഇറക്കിയിട്ട് പെട്ടെന്ന് കയറ്റുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് പോയതും. ഇത്രയും ദിവസം നടക്കുമല്ലായിരുന്നു അകത്തൂടെ. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിക്കാണ് പോയി. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, കുറച്ച് നടക്കണം. അപ്പം എന്തായാലും ഏട്ടനെ കൊണ്ടുവിടുമല്ലേ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറി ഇരുന്നു. അതിനിടയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അങ്കമാടി പോവല്ലേ നമ്മൾ അങ്കമാടി പോവല്ലേ അങ്ങനെ സംസാരിച്ചുകൊണ്ടായിട്ടോ ഇരിക്കുന്നത്. വർത്താനമൊക്കെ പറഞ്ഞു ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് വേണം ഏട്ടന് തിരിച്ച് കടയിൽ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് കടയിലും തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അവരുടെ കടയിലെ ഒരു ചേട്ടൻ്റെ അളിയൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആൾ കുറവായിരുന്നല്ലോ, സ്റ്റാഫ് കുറവായതുകൊണ്ട്. അപ്പം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഏട്ടന് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് കാപ്പിയും കുടിച്ചു. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറും എടുത്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതാകുമ്പം ഞങ്ങൾ അങ്കവാടിയിലാക്കിയിട്ട് തിരിച്ചേട്ടന് ജോലി സ്ഥലത്തേക്കും പോകാം. എനിക്കും ഷാലുവിനും തിരിച്ച് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് പോരാലോ, അങ്ങനെ വിചാരിച്ചിട്ടോ പോയത്. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്കവാടി ചെന്നു കേട്ടോ. അങ്കവാടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് 7 പിള്ളേരും കണ്ടും ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ചെന്ന പാടെ തന്നെ ടീച്ചറിനെ അറിയാം, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിതിന് മുന്നേ ചെല്ലുന്നതുകൊണ്ടേ നല്ല കമ്പനിയാണ്. ടീച്ചറെ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞാൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നേ. അവരൊക്കെ ആയിട്ട് കൂട്ടായി. ഞങ്ങളുടെ വീടിൻ്റെ നേരെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുണ്ടായിരുന്നേ. അവരിപ്പോൾ അവിടുന്ന് വീട് മാറിപ്പോയി. പക്ഷേ ആ കൊച്ചുമായിട്ട് അന്ന് തൊട്ടേ കമ്പനിയായിരുന്നു. ഇന്ന് അവനെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് കണക്റ്റായേ. കേസു നാട്ടു പേര്. അപ്പോൾ അങ്ങനെ കേസുമായിട്ട് കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരി തുമ്പി വന്നു കേട്ടോ. അപ്പോൾ തുമ്പിയും മിന്നൂസുമാണ് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്, തൊട്ടടുത്തല്ലേ. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അതായിരിക്കും പെസഹായിക്കൊക്കെ മുന്നേ കൊണ്ടുപോയി അങ്കവാടി വിടണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അത് നടന്നില്ല. പിന്നെ തുമ്പീനെയൊക്കെ തിങ്കളാഴ്ച കൊണ്ടുപോയി വിടണമെന്ന് വിചാരിച്ചു. അന്ന് ടീച്ചർ ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് വരാനും പറ്റത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ടീച്ചർക്കും ഒത്തത് ബുധനാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പോട്ടെ എന്നായിരിക്കും ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ്, അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും ബുധനാഴ്ച തന്നെ 2 പേരെയും ചേർത്തു കേട്ടോ.
അപ്പോൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂട്ടുകൂടി നടക്കുന്നതല്ലേ വീട്ടിലാണെങ്കിലും. അപ്പം വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുമല്ലോ. അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ടീച്ചറുണ്ടായിരുന്നു, ആയ ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ പേര് സുജാത എന്നാണ് കേട്ടോ. ആയ ടീച്ചറിൻ്റെ പേര് നിഷ എന്നാണ്. നല്ല ഫ്രണ്ട്ലിയാണ് രണ്ടുപേരും. പിള്ളേരെ നല്ല പോലെ കെയർ ചെയ്യുന്ന ടീച്ചേഴ്സാണ് രണ്ടുപേരും. നല്ല സപ്പോർട്ടീവാണ്. എന്താ പറയണ്ടേ, ശരിക്കും നമ്മുടെ വീട് പോലെയൊക്കെ തന്നെ എനിക്കങ്ങനെ കേട്ടോ ഫീൽ ചെയ്ത്. നല്ല ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ്. പിള്ളേർക്ക് കളിക്കാനും ഒക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കേശുമായിട്ടൊക്കെ കളിച്ച് നടന്നു. പിന്നെ അവരെല്ലാവരും കൂടെ കൂട്ടുകൂടി കളിച്ച് നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ, എന്തൊക്കെ കൊടുത്തു വിടണം. പിന്നെ ഇപ്പം വിടുമ്പം ചോറ്റുപാത്രം കൊടുത്തു വിടണം. അതല്ലാതെ അവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പ്ലേറ്റും സ്പൂണും ഒരു സ്റ്റീൽ ഗ്ലാസ്സൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഫുഡുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ അതിനൊക്കെ ആയിട്ട് അങ്ങനെ വേണമെന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ വർത്താനം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ദക്ഷിണയൊക്കെ കൊടുത്ത് എഴുതി കേട്ടോ. ദക്ഷിണയൊക്കെ കൊടുത്ത് എഴുതി. ആൾക്ക് ഭയങ്കര സന്തോഷമായി. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ കസേര ഞാൻ അവൾക്ക് ചെന്നിരുന്ന കസേര ആരോ കയറി ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കസേര എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നേ. അവളുടെ കസേര, അവളുടെ ബാഗ്, അത് രണ്ടും ഒരു റെഡ് കളർ കസേരയിലാണ് കേട്ടോ ആദ്യം പോയിരുന്നത്. അത് തന്നെ പിന്നെ അവളുടെ കസേരയായേ. അപ്പോൾ വേറെ ആരെങ്കിലും വന്നിരിക്കുമ്പോൾ അത് എൻ്റെ കസേര എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമയമൊക്കെ കളിച്ച് തിരിച്ചൊക്കെ നടന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനൊക്കെ പോയി കേട്ടോ. ദക്ഷിണയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനും പോയി. തുമ്പിയുടെ പപ്പായും പോയി കേട്ടോ. ഒരു കടയിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ. പിന്നെ ഞാനും ഷാലും ഒറ്റയ്ക്കായി. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അങ്ങനെ ഇടയ്ക്ക് തുമ്പി ഒന്ന് വന്ന് നോക്കിയിട്ട് പോയി. ന്യൂസിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നടക്കുമായിരുന്നു കേട്ടോ. കൂട്ടുകാർ അവരങ്ങനെ ഇവളങ്ങനെ എപ്പോഴും ഇറങ്ങുന്നില്ലല്ലോ, കൂട്ടുകൂടാനൊന്നും അധികം പേരില്ലല്ലോ. അപ്പം അങ്ങനെ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ച് നടക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഒരു കൊച്ചിരുന്ന് കരയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ചേച്ചി കരയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഭയങ്കര കളിയായിരുന്നു. ഓരോ സാധനങ്ങളൊക്കെ എടുക്കുകയും. അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അവൾ കുഞ്ഞിലേ തൊട്ട് അത് വെച്ച് കളിക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് അതൊക്കെ അറിയാം. അപ്പോൾ ഇത്രയും വലിയ ബിൽഡിംഗ് ബ്ലോക്സ് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. പിന്നെ കേശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുതിയ 2-3 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരും എല്ലാവരും കൂടെ കുറേ സമയം കളിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ടീച്ചറൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ട് വരുന്നല്ലേ, ഇവരെ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ല, കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പറഞ്ഞിരുത്താനൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിന് എല്ലാവരും നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാരും കൂടി ഒന്നിച്ചു കൂടി കൈകൊട്ടി കളിക്കുവിൻ പൈതങ്ങളെ. നമുക്ക് പാടാം ചുറ്റി ചുറ്റിയാടാം നേരെ നിൽപ്പിൻ പൈതങ്ങളെ. എല്ലാരും കൂടി ഒന്നിച്ചു കൂടി കൈകൊട്ടി കളിക്കുവിൻ പൈതങ്ങളെ. നമുക്ക് പാടാം ചുറ്റി ചുറ്റിയാടാം നേരെ നിൽപ്പിൻ പൈതങ്ങളെ. വലം കൈ ചോറുന്ന കൈ ഏതാ? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈ. വലം കൈ പൊക്കിക്കേ. വലം കൈ പൊക്കി ഇടം കൈ താഴ്ത്തി വലത്തോട്ടു നോക്കുവിൻ പൈതങ്ങളെ. നമുക്ക് പാടാം ചുറ്റി ചുറ്റിയാടാം നേരെ നിൽപ്പിൻ പൈതങ്ങളെ. ഇടം കൈ പൊക്കി, അടുത്ത കൈ പൊക്കിക്കേ. ഇടം കൈ പൊക്കി വലം കൈ താഴ്ത്തി ഇടത്തോട്ടു നോക്കുവിൻ പൈതങ്ങളെ. നമുക്ക് പാടാം ചുറ്റി ചുറ്റിയാടാം നേരെ നിൽപ്പിൻ പൈതങ്ങളെ. രണ്ടു കൈ പൊക്കി രണ്ടു കാൽ മാറ്റിക്കേ. രണ്ടു കാൽ മാറ്റി രണ്ട് ചാട്ടം ചാടിക്കേ. രണ്ടു ചാട്ടം ചാടുവിൻ പൈതങ്ങളെ. എല്ലാരും കൂടി ഒന്നിച്ചു കൂടി കൈകൊട്ടി കളിക്കുവിൻ പൈതങ്ങളെ. നമുക്ക് പാടാം ചുറ്റി ചുറ്റിയാണ് നേരെ നിൽപ്പിൻ പൈതങ്ങളെ. ഇഷ്ടപ്പെട്ടോ? ആദ്യം ഞങ്ങളുടെ അംഗൻവാടി പഴയ വേറൊരു കെട്ടിടത്തിലായിരുന്നേ. അത് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു റോഡിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ഉള്ളിലോട്ട് കയറിയായിരുന്നു. അപ്പോൾ അവിടെ കളിക്കാനൊക്കെ ആണെങ്കിലും ഒത്തിരി പാർക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം അവിടെ പണി നടക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു വീട്ടിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കളിക്കാനകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുറ്റത്തൊന്നും ഇറങ്ങി കളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. മെയിൻ റോഡ് സൈഡാണ്, അതുകൊണ്ട് അങ്ങനെ ഇറക്കാറൊന്നുമില്ല കേട്ടോ. എല്ലാം പെരയ്ക്കകത്ത് തന്നെ. ടോയ്ലറ്റൊക്കെ ആണെങ്കിലും വീടിനുള്ളിൽ തന്നെയുണ്ട്. പിന്നെ കളിക്കാനായിട്ടും ഒരു റൂം പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ കഞ്ഞി കൊടുക്കാമെന്ന് പറഞ്ഞ് കഞ്ഞിയും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും തൈരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം കൂടി ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും ഉറങ്ങണമല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവരെ കൊണ്ടുപോകുന്നേക്കാം, ഇനി അടുത്ത ദിവസം തൊട്ട് വിടാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് കടയിൽ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് അംഗൻവാടി വിടണം. നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയി വന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.